ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ അല്പസമയ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ആമേൻ സ്തോത്രം നിങ്ങൾക്ക് തരും. കഴിഞ്ഞ ആമേൻ സ്തോത്ര സൺഡേ നമ്മൾ ചിന്തിച്ചു, നാം അവൻ്റെ കൈകളുടെ പ്രവൃത്തിക്കായി ആമേൻ സൽപ്രവൃത്തിക്കായി ക്രിസ്തു യേശുവിൽ നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവയെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കൈയുടെ പ്രവൃത്തിയായി ദൈവം നമ്മളെ ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ക്രിസ്തുവേശുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരായി ഒരു പുതിയ സൃഷ്ടിയായി ആമേൻ നാം ചെയ്തു പോരേണ്ടത് മുഴുവനും ദൈവം എന്ത് ചെയ്തിരിക്കുക? ദൈവം എല്ലാം മുന്നൊരുക്കി വച്ചിരിക്കുന്നു. ഇനി ഒരുക്കാനൊന്നുമില്ല. നമ്മൾ ഈ ആയുസ്സിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് ദൈവം എന്ത് ചെയ്തിരിക്കുക? ദൈവം മുന്നൊരുക്കി വച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവം മുന്നൊരുക്കിയത് എന്ത് ചെയ്യണം? അതെൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ആമേൻ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ ദൈവം മുന്നൊരുക്കി വച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും പറഞ്ഞ, കർത്താവേ, എന്നെക്കുറിച്ച് ദൈവം മുന്നൊരുക്കി വച്ചിരിക്കുന്ന ഇന്ന് പകൽ എന്ത് ചെയ്യണം? അത് വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. ആമേൻ. ഇത് വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നൊരുക്കിയതെല്ലാം എന്ത് ചെയ്യും? അത് വെളിപ്പെട്ടു വരും. ആമേൻ. ഇവിടെ പറയുന്നു, എന്നാൽ ആമേൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരും ആമേൻ സ്തോത്രം നിൽക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ. സത്യത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. എന്തിനാ തരുന്നതെന്നറിയാമോ? എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് വന്നാൽ ജീവിതങ്ങൾ മാറി മറിയും. പരിശുദ്ധാത്മാവ് വന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറഞ്ഞു സത്യത്തിൻ്റെ ആത്മാവ്. എന്താ സത്യത്തിൻ്റെ ആത്മാവ്? സത്യം എന്ന് പറഞ്ഞാൽ യേശുവാ, അല്ലേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് വചനം പറയുന്നത്, ആമേൻ, നാം പ്രാപിച്ചത് സാധാരണ ആത്മാവല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ്. ഇന്ന് പകൽ സ്വപുത്രൻ്റെ ആത്മാവ് പ്രാപിച്ച എത്ര പേര് ഇതിനകത്തുണ്ട്? ആമേൻ. സ്വപുത്രൻ്റെ ആത്മാവ്. ആമേൻ. നമ്മൾ പ്രാപിച്ചത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. നമ്മൾ പ്രാപിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ. ഇന്ന് പകൽക്കാലം ആ സ്വപുത്രൻ്റെ ആത്മാവ്, ആമേൻ, സ്വന്തം പുത്രൻ്റെ ആത്മാവ് നമ്മിൽ വെളിപ്പെട്ടാൽ, നമുക്ക് തന്നത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. ന്യായപ്രമാണത്തിൽ ഇറങ്ങി വന്ന യഹോവയുടെ ആത്മാവ് കടന്നു വന്നെങ്കിലും അത് ദാസ്യത്തിൻ്റെ ആത്മാവായി. ആ യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നിട്ടും അവരുടെ മേലുള്ള ദാസ്യത്തിൻ്റെ ആമേൻ നുകത്തിൻ്റെ ശക്തികൾ പൊട്ടിയില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വപുത്രൻ്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ ഒരു നുകവും പിന്നെ നിന്റെ മേൽ ഇരിക്കത്തില്ല. ഒരു അന്ധകാര ശക്തിക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. കർത്താവ് പറയാ, ആമേൻ, നിങ്ങളുടെ മേൽ തന്നത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്ര നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയും, ഈ സ്വപുത്രന്റെ ആത്മാവ് എവിടെ വരുന്നു അവിടെ സ്വാതന്ത്ര്യമുണ്ട്.
അവിടെ ബന്ധനമില്ല, അവിടെ ഞെരുക്കമില്ല, അവിടെ അസ്വസ്ഥതകളില്ല, അവിടെ രോഗമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ ബലഹീനതകളില്ല. ഇന്ന് പകൽക്കാലം ഈ സ്വപുത്രന്റെ ആത്മാവ് എവിടെ വരുന്നുവോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പകൽക്കാലം സ്വപുത്രന്റെ ആത്മാവ് വരുമ്പോൾ ഹൃദയങ്ങളിൽ കിടക്കുന്ന മൂടുപടങ്ങൾ മാറും. സ്വപുത്രന്റെ ആത്മാവ് വരുമ്പോൾ ഹൃദയങ്ങളിൽ കിടക്കുന്ന മൂടുപടങ്ങൾ മാറും. എന്നറിയുമോ? ഹൃദയത്തിൽ മൂടുപടം കിടന്നാൽ ദൈവത്തിൻ്റെ നന്മകളെ കാണാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ദാനം അനുഭവിക്കാൻ പറ്റില്ല. ഇവിടെ എത്ര സ്തോത്ര പാസ്റ്റർ പ്രസംഗിച്ചാലും എത്ര ദൈവകൃപയെ വെളിപ്പെടുത്തിയാലും നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുകയില്ല. പക്ഷെ സ്വപുത്രന്റെ ആത്മാവ് വരുമ്പോൾ ഒന്നാമതായി ചെയ്യുന്നത് ഹൃദയങ്ങളിൽ കിടക്കുന്ന മൂടുപടങ്ങളെ എടുത്തു മാറ്റും. പൗലോസിന്റെ ഹൃദയത്തിനകത്ത് കിടന്ന മൂടുപടത്തെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? ആ മൂടുപടത്തെ എടുത്തു മാറ്റി. മൂടുപടം കിടന്നപ്പോൾ ഹല്ലേലൂയ അവൻ മഹാപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ച് സഭയെ ഉപദ്രവിക്കുന്നവനായി മാറി. പക്ഷേ സ്തോത്രം, സ്വപുത്രന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നാമതായി മൂടുപടം മാറിപ്പോയി. ആ മൂടുപടം നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തു കണ്ണാടി പോലെ പ്രതിബിംബിക്കും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരും, കർത്താവിൻ്റെ തേജസ് വെളിപ്പെട്ടു വരും. കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ തരാൻ പോകുക. ഇന്ന് വരെ ഭൂമിയിൽ വെളിപ്പെട്ട ഒരു കാര്യസ്ഥനല്ല. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് വരെ ന്യായപ്രമാണത്തിന് മുൻപും ന്യായപ്രമാണത്തിന് ശേഷവും സ്തോത്രം വെളിപ്പെട്ടതുപോലത്തെ സ്തോത്ര ഹല്ലേലൂയ ഒരു കാര്യസ്ഥനെയല്ല, ഒരു പരിശുദ്ധാത്മാവിനെ അല്ല ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് തരാൻ പോകുന്ന പരിശുദ്ധാത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പരിശുദ്ധാത്മാവ് സ്വപുത്രന്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവ്. എന്താ സത്യത്തിൻ്റെ ആത്മാവ്? ഹല്ലേലൂയ. ഈ സത്യത്തിൻ്റെ ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവൻ്റെ മേൽ വ്യാപരിച്ചൊരാത്മാവുണ്ട്. കർത്താവിൻ്റെ ജനനം ആത്മാവിലാണ്, ജീവിതം ആത്മാവിലാണ്, ശുശ്രൂഷയുടെ തുടക്കം ആത്മാവിലാണ്. കർത്താവ് ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിലാണ് ചെയ്തത്. കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ മനസ്സലിവുള്ളവനായി മാറി. ഈ സ്വപുത്രൻ്റെ ആത്മാവില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ഒന്നാമത് അവൻ മനസ്സലിവുള്ളവനാകും. കുരുടനെ കണ്ടപ്പോൾ കർത്താവിന് എന്ത് തോന്നി? അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം എന്ത് ചെയ്തു? നിന്നു. അവനെ വിളിച്ചു, അവൻ്റെ കണ്ണിനെ തൊട്ടു സൗഖ്യമാക്കി. ഈ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സലിവുണ്ടാകും. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ഇരിക്കുന്നുവല്ലോ. ഈ സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയുവാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ മനസ്സലിവുണ്ടാകും, കരുണയുണ്ടാകും, ദയയുണ്ടാകും, ഇതിലുപരിയായി സ്നേഹമുണ്ടാകും. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? സത്യത്തിൻ്റെ ഉണ്ടോ? സത്യത്തിൻ്റെ ആത്മാവ് ഉണ്ടോ? മനസ്സലിവുണ്ടാകും. മനസ്സലിവുണ്ടോ? ഈ സൺഡേയിൽ നിങ്ങൾ ദൈവത്തിന് കൊടുത്തു നോക്കേ, ദൈവം നിങ്ങൾക്ക് തരുന്നത് കാണാം. ദൈവം കുഞ്ഞെ, നീ ദൈവത്തിന് കൊടുക്ക. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് ജാതികളുടെ കരങ്ങള് തക്ക സമയത്ത് നിനക്ക് വേണ്ടി തുറക്കും. ചില കരങ്ങൾ നിനക്ക് വേണ്ടി തുറക്കും. നീ പോലും അറിയാത്ത ചില കരങ്ങള് ദൈവം താമേ തുറക്കും. ജാതികളുടെ കരം നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന സ്തോത്രം, ഈ ആരാധനയ്ക്കകത്ത് നിന്റെ ആദരം പൂട്ടിവെക്കാതെ ദൈവത്തിന് വേണ്ടി നീ കൊടുക്ക. ഈ ആരാധന കഴിയുമ്പോൾ അവൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. നിനക്ക് വേണ്ടി നിന്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവ മഹത്വം കണ്ണുകൊണ്ട് കാണും. അത്ഭുതങ്ങൾ കണ്ടവരാ നിങ്ങൾ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് പറയാൻ തുടങ്ങിയാൽ പറഞ്ഞാൽ തീരാത്ത വിധം ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ നമ്മൾ. ഇന്ന് പകൽക്കാലം
പകൽക്കാലം നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം തുറക്കും. ആമേൻ. ദൈവത്തിൻ്റെ കരം തുറക്കും. ഇന്ന് പകൽക്കാലം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആമേൻ നിന്റെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കും, നിന്റെ മുമ്പിലുള്ള വഴികൾ തുറക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഇന്ന് പകൽക്കാലം അത് തുറന്നു വരും. ഇന്ന് പകലിൽ അത് തുറന്നു വരും. നിനക്ക് വേണ്ടി അത് തുറന്നു വരും. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് കൊടുക്കുന്നതിൽ ആമേൻ നീ പിശുക്ക് കാണിക്കരുത്. ആമേൻ. സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി ധാരാളമായി നന്മയുടെ വാതിലുകൾ ഇന്ന് പകൽ തുറക്കും. ആമേൻ. സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥൻ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്താ ഈ മറ്റൊരു കാര്യസ്ഥൻ? ഇന്ന് വരെ ഭൂമിയിൽ ആരോടും കൂടെ ഇരിക്കാത്ത, ഇന്ന് വരെ ഭൂമിയിൽ ആരുടെ ജീവിതത്തിലും വെളിപ്പെടാത്ത, ആമേൻ. സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ ധനത്തിനൊത്തവണ്ണം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു സത്യത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ദൈവം പറയുക, നിന്നോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ അതിനെ തരും. ഹല്ലേലൂയ. ഒരു ദിവസത്തേക്കല്ല, ഒരു ആഴ്ചത്തേക്കല്ല. എൻ്റെ കർത്താവ് പറയാ, ആമേൻ, നിന്റെ ആയുസ്സുള്ള എല്ലാ നാളിലും ആമേൻ നിന്നോട് കൂടെ ഇരിപ്പാൻ ഞാൻ ഒരു ആത്മാവിനെ തരുവാൻ പോവുകയാണ്. ആമേൻ. ദാവീദ് കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നിർമ്മലമായൊരു ആമേൻ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ നിന്റെ ആത്മാവിനെ എന്നിൽ വല്ലപ്പോഴും തെറ്റിപ്പോകുമ്പോൾ, ആമേൻ, ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ വീണു പോകുവാൻ ആമേൻ പല കാരണങ്ങളും മുമ്പിൽ വന്ന് ആമേൻ അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആമേൻ വീണുപോയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദാവീദ് പ്രാർത്ഥിക്കുക, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, എന്നിട്ട് സ്ഥിരമായുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ ഒന്ന് പകരണം. എന്തിനാ ദാവീദേ? സ്ഥിരമായ ആത്മാവ്. ആമേൻ. സ്ഥിരമായി പാപം ചെയ്യാതിരിപ്പാൻ, സ്ഥിരമായി നിന്റെ ആത്മാവിൽ നടക്കുവാൻ, സ്ഥിരമായി നിന്നിൽ തന്നെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. എന്നിട്ട് ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. എനിക്കൊരാഗ്രഹമുണ്ട് നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും, ഹല്ലേലൂയ, നിന്റെ മഹത്വം കാണേണ്ടതിനും. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പ്രാർത്ഥിച്ചു. പക്ഷേ ദാവീദിന് ഹല്ലേലൂയ സ്ഥിരമായ ആത്മാവിനെ എന്ത് ചെയ്തില്ല. പക്ഷേ ഇന്ന് പകൽ ദൈവം നമ്മളോട് പറയുക, ഞാൻ നിനക്ക് തരുന്നത് സ്ഥിരമായ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയും, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ ദൈവകൃപ ആമേൻ നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത വിലയാ, നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, അവരുടെ കണ്ണുനീരാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നമുക്കത് സൗജന്യമായി കിട്ടുമ്പോൾ ആമേൻ ദൈവത്തിന് അധികം നന്ദി പറയണം. ഒരു തലമുറയുടെ കണ്ണുനീരാ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മകൾ. ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സകല നന്മകളും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരാ. ഹല്ലേലൂയ. എൻ്റെ പപ്പ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ആമേൻ ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ച 2 രൂപയാണ്. അന്ന് സ്തോത്രക്കാഴ്ച ഇടുന്നത് 10 പൈസ 25 പൈസയ്ക്ക് ഇടുന്നവർ വളരെ അപൂർവം പേര്. 10 പൈസ 5 പൈസ 20 പൈസ 25 പൈസ. ഹല്ലേലൂയ. അവർ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. അവർ കരഞ്ഞു ദൈവത്തോട്, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർ വിശ്വസ്തയോടെ നിന്നു. ഇന്ന് പകൽ ആമേൻ സ്തോത്രം, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ, ഞാൻ നിൽക്കുന്ന ഇടം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദിവസം ഹല്ലേലൂയ ആമേൻ ഒരു കോട്ടിട്ട് ഇവിടെ കയറി വന്നതല്ല. ആമേൻ നമുക്ക് വേണ്ടി ആരൊക്കെയോ കണ്ണുനീരൊഴുക്കി, നമുക്ക് വേണ്ടി ആരൊക്കെയോ കരഞ്ഞു, നമുക്ക് വേണ്ടി ആരൊക്കെ വില കൊടുത്തു. ആമേൻ നമുക്ക് വേണ്ടി ആരൊക്കെയോ സിംഹത്തിൻ്റെ കുഴിയിൽ വീണു, നമുക്ക് വേണ്ടി ആരൊക്കെയോ ആമേ കുന്തമുനയിൽ ആമേ തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ആരൊക്കെ ആമേ ശിരസ് ഛേദിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ആരൊക്കെയോ ആമേ സ്വത്ര കഷ്ടത അനുഭവിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുന്ന് ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുമ്പോൾ നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായിരിക്കണം. ഈ സത്യത്തിൻ്റെ ആത്മാവ്
ആമേൻ കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മലയിൽ കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനം ഇരുന്ന് വചനം കേൾക്കുക. 1-ാം ദിവസമായി ആരും പോയില്ല, 2-ാം ദിവസമായി ആരും പോയില്ല, 3-ാം ദിവസമായി ആരും പോയില്ല. ഞാൻ ചോദിക്കുന്നു, ഹല്ലേലൂയ, ഈ മരുഭൂമിയിൽ മലമുകളിൽ ഇരിക്കുന്ന ജനമേ, ആമേൻ നിങ്ങൾക്ക് ആമേൻ ദാഹമില്ലേ? നിങ്ങൾക്ക് വിശപ്പില്ലേ? അവരോട് ചോദിച്ചാൽ അവർ പറയും, ആമേൻ ഞങ്ങളുടെ വിശപ്പ് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമില്ല. ആമേൻ സ്തോത്രം. ജീവന്റെ വചനം കേൾക്കുക. ഞങ്ങളുടെ അകത്തൊരു ദാഹം വന്നപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ക്ഷീണം വരുന്നില്ല, ഞങ്ങൾക്ക് ഭൗതികമായ ദാഹമില്ല, ഭൗതികമായ വിശപ്പില്ല. എന്താ? ആമേൻ ഞങ്ങൾ കേൾക്കുന്നത് ജീവന്റെ വചനമാണ്. ഇന്ന് പകൽക്കാലം ഈ ജീവന്റെ വചനം ആമേൻ നമ്മൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഭൗതികമായ ആമേൻ തലങ്ങളിലെ നിരാശ മാറും, ഭൗതിക തലങ്ങളിലുള്ള ആമേൻ സ്തോത്രം വിശപ്പ് മാറും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 3 ദിവസം ഇരുന്ന് മലമുകളിലിരുന്ന് വചനം കേട്ടു. ഹല്ലേലൂയ. വചനം കേട്ടപ്പോൾ പിന്നെ മനസ്സിലായി ഈ ജനത്തിന് പോകാൻ സമയമായി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഈ ജനം 3 ദിവസമായി എൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. ഇവർ പോകുമ്പോൾ വഴിയിൽ തളർന്നു പോകാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, വചനം കേൾക്കുന്ന ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എവിടെ ക്ഷീണം വരുമെന്ന് ആർക്കറിയാം? എൻ്റെ കർത്താവിനറിയാം. നീ എവിടെ തളർന്നു പോകുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിന്റെ യാത്രാമധ്യേ നീ തളരാതിരിപ്പാൻ എൻ്റെ ദൈവം നിന്നെ വെറും കൈയോടെ അയക്കത്തില്ല, നിന്നെ വിശപ്പോടെ അയക്കത്തില്ല, നിന്നെ ഹല്ലേലൂയ ശൂന്യമായി അയക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആമേൻ നിന്റെ വിശപ്പ് എന്തെന്ന് എൻ്റെ കർത്താവിനറിയാം. ഈ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി ആമേൻ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ നിന്റെ ആവശ്യം എന്തെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയാ, ഞാൻ നിന്നെ വെറുതെ അയക്കത്തില്ല, നിന്റെ വിശപ്പടക്കിയിട്ട് നിന്നെ അയക്കത്തുള്ളൂ. ഈ സത്യത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഒരുവൻ്റെ മേലിരുന്നാൽ ആമേൻ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈ ജനത്തിനെല്ലാം ആഹാരം കൊടുക്കണം. ആമേൻ. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ 200 വെള്ളിക്കാശിന് ആഹാരം മേടിച്ചാലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുത്ത് തികയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് ചോദിച്ചു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വചനം കേട്ട് നിൻ്റെ അകത്ത് എൻ്റെ വചനം ഉണ്ടെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ആമേൻ സ്തോത്ര. ശിഷ്യന്മാരെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. സ്തോത്രം. ശിഷ്യന്മാരെന്താ പറഞ്ഞേ? ബാലൻ്റെ കയ്യിൽ. അപ്പോൾ ശിഷ്യൻ്റെ കയ്യിൽ എന്തില്ല? വല്ലത് കൊടുത്താലല്ലേ കാണുള്ളൂ. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? സാലറി കിട്ടുമ്പം ആമേൻ ശിഷ്യന്മാരെ ഓർക്കണം. സ്തോത്രം. ഞാൻ ശിഷ്യന്മാരുടെ കാര്യമല്ല പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ശിഷ്യന്മാരുടെ കയ്യിൽ അപ്പം വേണമെങ്കിൽ സ്തോത്രം. അപ്പോൾ നോക്കി കർത്താവ് ഇടത്തോട്ടും അമ്മ കൈയിട്ട് ഒന്നുമില്ല, വലത്തേലും കൈയിട്ട് ഒന്നുമില്ല. അമ്മ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് അമ്മ സ്തോത്രം ഒരു ബാലൻ്റെ കയ്യിൽ. ശിഷ്യന്മാർ പറഞ്ഞു, അമ്മ ഒരു ബാലൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ സ്തോത്രം കൊണ്ടുവന്നു, കരത്തിലെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഉയരത്തിലേക്ക് നോക്കി ആമേൻ അതിനെ പ്രാർത്ഥിച്ച് ആമേ സ്തോത്രം ആമേ ഹല്ലേലൂയ അവരുടെ കയ്യിലോട്ട് കൊടുത്തു. ആമേ സ്തോത്രം. അവർ ആമേ സ്തോത്രം കയ്യിലോട്ട് കൊടുത്തു. ഹല്ലേലൂയ. അവരങ്ങോട്ട് വാങ്ങുമ്പോൾ ഇതങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഇത് വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയും, ആമേ സത്യത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു വർധനവ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വർദ്ധിച്ചു വരും. അത് കുറഞ്ഞു പോകത്തില്ല, അത് താണു പോകത്തില്ല. ആമേൻ. അത് പലിശക്കാരൻ കൊണ്ടുപോകത്തില്ല. ഇന്ന് പകൽ നിന്റെ കയ്യിലുള്ളതിനെ എൻ്റെ കർത്താവ് അത് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഈ സത്യത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ ഇരുന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതെല്ലാം നമുക്കും ചെയ്യാൻ പറ്റും. ആമേൻ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മളിൽ ഇരിക്കുന്നു എങ്കിൽ അവൻ്റെ സന്നിധിയിൽ ഒന്നും അസാധ്യമല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് പറയുക, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ ആമേൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ആമേൻ ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന്
അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകത്തിന് നിങ്ങളുടെ മേലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നത് പെന്തക്കോസ്തുകാരെന്തിനാ സ്തോത്രം ഹല്ലേലൂയ ഇതെന്തോ ഭാഷയാ പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ പറയുന്ന ഭാഷ ലോകത്തിന് മനസ്സിലാകത്തില്ല, ജാതികൾക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. എൻ്റെ കർത്താവ് പറയും ഇത് ആമേൻ സ്തോത്രം ലോകത്തിന് അധികത്തില്ല, ഇത് മനസ്സിലാകത്തില്ല. ആമേൻ സ്തോത്രം. വചനം പറയുന്നു അന്യഭാഷ പറയുന്നവൻ മനുഷ്യരോടല്ല, ഓ ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം ഇത് ലോകത്തിന് കാണുവാനോ അറിയുവാനോ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. ഈ സത്യത്തിൻ്റെ ആത്മാവിനെ നമുക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ലോകത്തിന് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും ലോകത്തിൻ്റെ കണ്ണുകൾക്ക് മറച്ചൊരാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി വെച്ചു. ജാതികൾക്ക് തിരിച്ചറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം പറയുന്ന ദൈവകുഞ്ഞ് നിനക്കത് അറിയാം. ആമേൻ. നിങ്ങൾക്കതറിയാൻ പറ്റും, നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. അടുത്ത വചനം പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഓ കർത്താവ് പറയാ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, അനാഥരായി വിടുകയില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, കർത്താവ് എനിക്കാരും, ഭർത്താവും ഉണ്ട് 2 മക്കളും ഉണ്ട്, എന്നാലും പറയും എനിക്കാരും. സ്തോത്രം ഹല്ലേലൂയ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയം കർത്താവ് എനിക്കാരും, ആരുമില്ലാത്തവർക്ക് ഒരു കൂട്ടാളി കർത്താവ് പറയാ നിങ്ങൾ ഭൂമിയിൽ ആരായിരിക്കില്ല, അനാഥരായിരിക്കില്ല, അനാഥരായിരിക്കില്ല, നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. ഓ ഒരു സന്തോഷമില്ലാത്തതുപോലെ ഇന്ന് പകൽ മൈക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞേ ആമേ പാസ്റ്റർ നിങ്ങൾ അനാഥരായി പോകത്തില്ല. ആമേ സ്തോത്രം. ലോകം മുഴുവനും പറയും ആമേ സ്തോത്രം എല്ലാം തീർന്നു, എല്ലാം കൈവിട്ടു പോയി, ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല, കുടുംബത്തിൽ നിനക്ക് രക്ഷയില്ല, കൂട്ടുകാരുടെ ഇടയിൽ നിനക്ക് രക്ഷയില്ല, സമൂഹത്തിന് മുമ്പിൽ നിനക്ക് രക്ഷയില്ല, സഭയുടെ മുമ്പിൽ നിനക്ക് രക്ഷയില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആയിരങ്ങൾ നിനക്ക് ചുറ്റിലും രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പറയാ നീ അനാഥനായി പോകത്തില്ല. ആരെല്ലാം നിന്നെ കൈവിട്ടാലും, നിന്റെ അപ്പൻ കൈവിട്ടാൽ, നിന്റെ അമ്മ കൈവിട്ടാൽ, നിന്റെ ചാർച്ചക്കാർ കൈവിട്ടാൽ, നിന്റെ കുടുംബക്കാർ കൈവിട്ടാൽ, എൻ്റെ കർത്താവ് പറയാ ആമേൻ നീ അനാഥനായി പോകത്തില്ല. വചനമൊക്കെ കേൾക്കുമ്പോൾ ഇരുന്ന് കേൾക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാമോ? ആമേ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നിന്ന് വേണം ആമേ സ്തോത്രം പറയാൻ. എൻ്റെ ദൈവം പറയാ ഈ ഭൂമിയിൽ അനേകർ അനാഥരായി ആത്മഹത്യ ചെയ്യുമ്പോൾ, അനേകർ ആമേ ഹല്ലേലൂയ അനാഥരായി ആമേ ജീവൻ ഒടുക്കി കളയുമ്പോൾ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി വിളിച്ചു പറയാ നീ ഈ ഭൂമിയിൽ അനാഥരായിരിക്കത്തില്ല, നീ അനാഥനല്ല, നീ ഭൂമിയിൽ അനാഥനല്ല. ആരെല്ലാം കൈവിട്ടാലും നീ അനാഥനായി പോവുകയില്ല. ആമേൻ. നിന്നോട് കൂടെ ഒരുവൻ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു പറയുകയാ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ആമേൻ. കർത്താവ് പറയാ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കും. ഇതാരോടാ വിളിച്ചു പറയുന്നത്? യേശു പറയാ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ഓ യേശുവിന് വേണ്ടി ജീവിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും, നമ്മൾ ജീവിക്കും. ഈ ഭൂമിയിൽ കർത്താവ് ഇരുന്നത് പോലെ നമ്മളും ഇരിക്കും, കർത്താവ് ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കും, കർത്താവ് ജീവിച്ചതുപോലെ ഞാനും നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഇതാരാ പറഞ്ഞത്? ഇതൊരു മനുഷ്യനല്ല ഉറപ്പ് തരുന്നത്. ആമേൻ. എൻ്റെ കർത്താവ് പറയാ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ആമേൻ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കും. മരണത്തിന്റെ ശക്തികൾക്ക് നിങ്ങളെ തൊടുവാൻ പറ്റത്തില്ല. അടുത്ത് പറയുന്നു എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിക്കുന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം
അവന് എന്നെ വെളിപ്പെടുത്തും. യേശു പറയുക, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ ഞാൻ അവൻ എന്ത് ചെയ്യും? യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറിയത്. വിശുദ്ധി ഉണ്ടാകുന്നത്, വേർപാടുണ്ടാകുന്നത്. ആമേ സ്തോത്രം. കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ളൊരു ത്വര നമ്മുടെ അകത്തുണ്ടാകുന്നത് അവൻ നമുക്ക് വെളിപ്പെടുമ്പോഴാണ്. സ്തോത്രം. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ഒതുങ്ങിപ്പോകരുത്. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥന, കർത്താവെ നീ എനിക്കൊന്ന് വെളിപ്പെടണം. ആമേൻ. ആമേൻ. കർത്താവ് നമുക്ക് വെളിപ്പെട്ടാൽ, ആമേൻ, പൗലോസിന് കർത്താവ് വെളിപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത്, പൗലോസ് പറയാ, ആമേൻ, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് മരണം ലാഭമാണോ നഷ്ടമാണോ? പൗലോസ് പറയാ, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എങ്ങനെ നമ്മുടെ ജീവിതം ലാഭമാകുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 25 വർഷം കഴിഞ്ഞു. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ദൈവത്തിന് കൊടുത്തത് എത്ര വർഷം? ഞാൻ ദൈവത്തിന് കൊടുത്തത് എത്ര വർഷം? 25. എനിക്ക് തരുന്നതോ? എനിക്ക് ലഭിക്കുന്ന നിത്യത. ഞാൻ കൊടുത്തതോ? ഓ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞങ്ങൾ പറയുമായിരുന്നു പാസ്റ്റേ. നമ്മൾ കൊടുക്കുന്നതല്ല നമുക്ക്. കണ്ടോ, ആമേ, 10-25 വർഷം കർത്താവിന് വേണ്ടി നമ്മൾ കൊടുത്തപ്പോൾ, കർത്താവിനെ ആരാധിച്ചപ്പോൾ, അവനെ മഹത്വപ്പെടുത്തിയപ്പോൾ, അവനെ സ്തുതിച്ചപ്പോൾ, നമുക്ക് ദൈവം തിരിച്ചു തരുന്നത്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നിത്യതയാ ദൈവം നമുക്ക് തിരിച്ചു തരുന്നത്. യുഗങ്ങൾ അവൻ നമുക്ക് വേണ്ടി തരും. നമ്മൾ കൊടുത്തത് 25 വർഷമാണെങ്കിൽ എൻ്റെ തമ്പുരാൻ തരുന്നത് ഒരു നിത്യത ദൈവം തരുക. ഒരു നിത്യതയാ ദൈവം തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് അബ്രഹാം തൻ്റെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ എവിടെ പാർത്തെന്നാ പറഞ്ഞേ? കൂടാരങ്ങളിൽ പാർത്തു. അവനെവിടെ പാർത്തു? കൂടാരങ്ങളിൽ. കൊട്ടാരം വെച്ച് ജീവിക്കുവാനുള്ള സ്വത്തുണ്ട്. പക്ഷെ അവൻ കൂടാരങ്ങളിൽ പാർക്കാൻ ഒരു കാരണം, അവൻ ഒരു ദേശം കണ്ടു. എവിടെയാ കണ്ടേ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം. ആമേൻ, സ്തോത്രം. അബ്രഹാം കണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കണ്ടു. ആമേൻ. നരകം കണ്ടില്ല, നഗരം കണ്ടു. നമ്മുടെ ലാഭം നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഈ ഒരായുസിൽ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ, ആമേൻ സ്തോത്രം, 100 മടങ്ങ് ദൈവം, ഹല്ലേലൂയ, നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. അതുകൊണ്ട് ഈ ഒരു ആയുസേ, ഒരു ചെറിയ ആയുസേ ഉള്ളൂ. ഈ ആയുസ് എന്ത് ചെയ്തോളണം? ദൈവത്തെ ആരാധിച്ചോളണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം, ദൈവത്തിന് വേണ്ടി ജീവിച്ചോളണം. ആമേ, ഇനി ഒരു അവസരം നമുക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. യാതനാ സ്ഥലത്ത് കിടന്ന് ഒരുവൻ പറയുക, ആമേൻ, അബ്രഹാം പിതാവേ, ആമേ സ്തോത്ര, ലാസറിനെ എൻ്റെ വീട്ടിലോട്ടൊന്ന് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാർ അവിടെ ഉണ്ട്. ആമേൻ. ഈ 5 സഹോദരന്മാരും എന്ത് ചെയ്യുമോ? ഈ 5 എണ്ണം എന്ത് ചെയ്യും? ആമേൻ, ഇങ്ങോട്ട് വരണ്ടെന്നൊന്ന് പറ. എൻ്റെ സഹോദരന്മാർ ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട. ഞാനോ, ആമേ സ്തോത്ര, സത്യം പറഞ്ഞാൽ ആ സഹോദരനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. വേറെ സഹോദരന്മാരാണെങ്കിൽ പറഞ്ഞതന്നെ, ലാസറെ അങ്ങോട്ട് പോകണ്ട, അവന്മാരും ജീവിച്ചിരുന്നപ്പോൾ എനിക്കിട്ട് നല്ല പണി തന്നത്, അവന്മാർ ഇങ്ങ് പോരട്ടെ, ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞതന്നെ. പക്ഷേ ആമേൻ, ആ തീച്ചോലയ്ക്കകത്ത് നിന്നുകൊണ്ട്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യൻ പറയുകയാ, ഹല്ലേലൂയ, എൻ്റെ സഹോദരന്മാർ ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, വരണ്ട. അവരോട് പറ, കിട്ടിയ ആയുസ് ദൈവത്തെ ആരാധിക്കാൻ പറ, കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് പറ. ആമേ സ്തോത്രം. അവനോട് പറ, അവനോട് സ്നാനപ്പെടാൻ പറ, അവനോട് രക്ഷിക്കപ്പെടാൻ പറ, അവനോട് പള്ളിയിൽ പോകാൻ പറ, ഒരാഴ്ച മുടക്കണ്ടെന്ന് പറ, അവനെ ആത്മാവിൽ ആരാധിക്കാൻ പറ, ഈ സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചോളാൻ പറ. ഹല്ലേലൂയ. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, അവൻ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. ഓ സ്തോത്രം. കർത്താവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനത്തെ പ്രമാണിക്കും. എൻ്റെ വചനം പ്രമാണിക്കുന്നവനോട് കൂടെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ?
ആമേൻ സ്തോത്രം, ഞാൻ വന്ന അവനോടുകൂടെ. ആമേൻ. നമ്മളെ കൂടെ ആര് വസിക്കുമെന്ന് പറഞ്ഞേ? നമ്മുടെ കർത്താവ് നമ്മളോടുകൂടെ. ഓ സ്തോത്രം. ലോകത്താര് കൂടെ ഇല്ലെങ്കിലും എൻ്റെ കർത്താവ് പറയും, ഞാൻ നിങ്ങളോട് കൂടെ. ആമേൻ. ഞാൻ സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. ആമേൻ. അവൻ നിങ്ങളോട് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. പോരാത്തതിന് പറയുക, ഞാനും വന്ന് നിങ്ങളോട് കൂടെ എന്ത് ചെയ്യും? ഞാനും നിങ്ങളോട് കൂടെ. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചു നോക്കേ, കർത്താവ് നമ്മളോട് കൂടെ വസിക്കും. ആമേൻ. അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ വസിക്കും. ഈ രണ്ടും നമ്മളോട് കൂടെ വസിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഒന്നിനെ എന്ത് ചെയ്യണ്ട. ഇന്ന് പകൽ നമ്മുടെ അകത്ത് ധൈര്യം വരുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, ശിഷ്യന്മാരോട് ആമേൻ സ്തോത്രം അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ സത്യത്തിൻ്റെ ആത്മാവ് വരുവോളം ആമേൻ നിങ്ങൾ അവന് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ അകത്ത് നിത്യജീവൻ പ്രവേശിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഈ സത്യത്തിൻ്റെ ആത്മാവിനെ നമ്മളോട് കൂടെ ഇരിക്കുവാൻ ദൈവം നമുക്കൊരാത്മാവിനെ തന്നിരിക്കുന്നു. ഇന്ന് പകൽ ഈ ആത്മാവിനെ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഈ ആത്മാവ് ആമേൻ സ്തോത്രം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വചനം പറയുന്നു, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ആലോചനയുടെ ആത്മാവ് നമ്മുടെ അകത്ത് ചലിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് ഒരുവനെ നയിക്കാൻ തുടങ്ങിയാൽ, ഒരുവൻ്റെ മേൽ ആമേൻ സ്തോത്രം ഒരുവനെ ആമേൻ നടത്താൻ തുടങ്ങിയാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആമേൻ, നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുക, നിങ്ങളുടെ ചരിത്രങ്ങൾ മാറുവാൻ പോവുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, മക്കൾ അപ്പം ചോദിച്ചാൽ ആമേൻ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ആമേൻ സ്തോത്രം. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ആമേൻ സ്തോത്രം അവനോട് ആമേൻ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവൻ എത്രയധികം നിങ്ങൾക്ക് തരും. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികമായി വേണം. ഇത് പോരാ കർത്താവേ. ആമേൻ. ഇന്ന് പകൽ ഞങ്ങൾക്ക് അളവ് കൂടാതെ നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കും ആമേൻ ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല കർത്താവേ, ആരാധിക്കുമ്പോൾ മാത്രമല്ല കർത്താവേ, ആമേൻ, എൻ്റെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങേ കൂടാതൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. അങ്ങേ കൂടാതെ ഒരു യാത്ര ഞങ്ങൾക്ക് വേണ്ട. ആമേൻ. ദൈവകുഞ്ഞെ, നീ പോകുന്ന എല്ലാ ഇടത്തും ആമേൻ നിന്നോട് കൂടെ ഇരിക്കുവാൻ എൻ്റെ കർത്താവ് ഒരു ആത്മാവിനെ നിന്റെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ വീട്ടിനകത്ത് കയറിയാൽ അവൻ നിന്നോട് കൂടെയുണ്ട്. നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. നീ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നിന്നോട് കൂടെയുണ്ട്. നീ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അവൻ നിന്നോട് കൂടെയിരിക്കും. ആമേൻ സ്തോത്രം. തെറ്റായുള്ള വഴിയിൽ നടക്കുവാൻ അവൻ നിന്നെ സമ്മതിക്കത്തില്ല. അവൻ നാശത്തിൻ്റെ പാതയിൽ നിന്നെ നടക്കുവാൻ അനുവദിക്കത്തില്ല. അവൻ നേരെയുള്ള പാതയിൽ നിന്നെ നടത്തും. ആമേൻ സ്തോത്രം. അതിൻ്റെ അവസാനം നീ നിത്യതയിൽ എത്തും. ആമേൻ സ്തോത്രം. നിത്യ നരകത്തിലല്ല, നിന്നെ നിത്യയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിന്നെ ആമേൻ ഒരുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് കൂടെ ഇരിക്കാം. ആമേൻ. ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആ സ്വപുത്രൻ്റെ ആത്മാവിനെ കർത്താവേ ഞങ്ങൾക്ക് നൽകണം. അപ്പ ഞങ്ങൾക്ക് ധാരാളമായി തരണമേ. ആ സത്യത്തിൻ്റെ ആത്മാവിനെ കർത്താവ് പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് എത്ര അധികം തരും. ദൈവത്തോട് പറഞ്ഞ കർത്താവെ, ഞങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ആ സത്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നത് കർത്താവെ, ഞങ്ങളിൽ ഒതുങ്ങിയിരിക്കാനല്ല കർത്താവെ, ഞങ്ങളിൽ ആമേൻ സ്തോത്രം അവൻ വളരണം. ഞങ്ങളിൽ അധികമായി കർത്താവെ, അവൻ നിങ്ങളെ സകല സത്യത്തിൽ നടത്തും. അവൻ നീതിയിൽ നിങ്ങളെ നടത്തും. ആമേൻ സ്തോത്രം. ശത്രു നിങ്ങളുടെ മുമ്പിൽ വരത്തില്ല. ആമേൻ ഹല്ലേലൂയ. ശത്രുവിന്റെ കോട്ടകൾ നിങ്ങളെ തടയത്തില്ല. എന്ന് പകലപ്പ എന്നേക്കും ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ, അസപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ നൽകിയതോർത്ത് ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പകൽ എൻ്റെ കർത്താവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുക, ഞാൻ നിങ്ങളെ
അനാഥരായി വിടുകയില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നീ അനാഥനല്ല, നീ അനാഥനല്ല, നീ ഒറ്റയ്ക്കല്ല. പലപ്പോഴും കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത് നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? ഇന്ന് പകൽ എൻ്റെ കർത്താവ് പറയുക, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആമേൻ സ്തോത്രം, നീ ഒറ്റയ്ക്കാകത്തില്ല. കാരണം എന്നേക്കും നിന്നോട് കൂടെ ഇരിക്കുവാൻ ഒരു പരിശുദ്ധാത്മാവിനെ, മറ്റൊരു കാര്യസ്ഥനെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്ന ഒരു മറ്റൊരു കാര്യസ്ഥനെ, ഹല്ലേലൂയ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരു കാര്യസ്ഥനെ, രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യസ്ഥൻ നിന്നോട് കൂടെ ഇരിക്കും. ആ കാര്യസ്ഥൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ബലഹീനതയിൽ അവൻ നിന്നെ താങ്ങും, നിന്റെ രോഗശൈലിയിൽ അവൻ നിന്നെ സൗഖ്യമാക്കും. നീ തളർന്ന് കിടക്കാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നിലം പരിചയാകുന്നില്ല. കാരണം ഈ കാര്യസ്ഥൻ ഉള്ളിടത്തോളം കാലം ഞാൻ വീണ് പോകത്തില്ല, ഞാൻ താണു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകത്തില്ല, ഞാൻ ഭാരപ്പെട്ടു പോകത്തില്ല, ഞാൻ ബലഹീനനായി പോകത്തില്ല, ഞാൻ രോഗിയായി പോകത്തില്ല. എൻ്റെ ബലഹീനതകളിലൊക്കെ ആ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിന്നുകൊണ്ട് ആമേൻ ഈ ഓട്ടം അന്ത്യത്തോളം ഓടി തികപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.